ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ 4 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് CPI. തിരുവനന്തപുരത്ത് മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രനും വയനാട്ടിൽ ദേശീയ നേതൃത്വത്തിൽ നിന്ന് ആനി രാജയും തൃശൂരിൽ മുൻ മന്ത്രി VS സുനിൽകുമാറും മാവേലിക്കരയിൽ AIYF നേതാവ് CA അരുൺകുമാറും സ്ഥാനാർത്ഥികളാകും. ജില്ലാ കമ്മിറ്റികൾ പേരുകൾക്ക് അംഗീകാരം നൽകിയ ശേഷം 26-ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്ന് പ്രഖ്യാപനം നടത്തും. സംസ്ഥാനത്ത് 4 സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. CPM സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായ പശ്ചാത്തലത്തിൽ വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുകയാണ് CPIയുടെയും ലക്ഷ്യം. കഴിഞ്ഞ തവണ 4 സീറ്റിലും വലിയ പരാജയം CPI ഏറ്റുവാങ്ങി. അതിൽ തന്നെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 തവണയായി 3-ാം സ്ഥാനത്താണ് പാർട്ടി. ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. പാർട്ടിയുടെ കീഴ്വഴക്ക പ്രകാരം ശുപാർശകൾ വരും. 26-ന് ഞങ്ങൾ വീണ്ടും എക്സിക്യൂട്ടീവ് കൂടും. 26-ന് ഞങ്ങൾ സാമാന്യേന ധാരണയുണ്ടാക്കും. CPIക്ക് 20 മണ്ഡലങ്ങളും പ്രസ്റ്റീജിയസാണ്. CPIക്ക് എല്ലാ മണ്ഡലങ്ങളിലും 20 മണ്ഡലങ്ങളിലും ഉചിതമായ അർഹരായ യോഗ്യരായ 20 ഉണ്ട്. CPIക്ക് 20. CPI LDF CPI അതെല്ലാം എക്സിക്യൂട്ടീവ് കൊള്ളാൻ പോകുന്നേ ഉള്ളൂ. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ തന്നെ മത്സരിക്കണമെന്നുള്ളതാണ് ജില്ലാ ഘടകത്തിന്റെ നിർദ്ദേശം. എന്നാൽ ഇക്കാര്യത്തിൽ പന്ന്യൻ ഇതുവരെ സമ്മതം അറിയിച്ചിട്ടില്ല. GRNന്റെ പേരും പരിഗണിക്കുന്നുവെങ്കിലും താൽപ്പര്യമില്ല എന്ന് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. തൃശൂരിൽ VS സുനിൽകുമാറും മാവേലിക്കരയിൽ CA അരുൺകുമാറും ഏറെക്കുറെ ഉറപ്പാണ്. വയനാടിന്റെ കാര്യത്തിലും അവ്യക്തത നിലനിൽക്കുന്നു. ആനി രാജയെ വയനാട്ടിൽ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് CPI. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വീണ്ടും എത്തിയാൽ ആനി രാജ എത്തുമോ എന്നതാണ് ചോദ്യം. ഇടതു പാർട്ടികളുടെ നിലനിൽപ്പിനെ തന്നെ കാര്യമായി സ്വാധീനിക്കുന്ന തെരഞ്ഞെടുപ്പായതിനാൽ എല്ലാ വശങ്ങളും പരിഗണിച്ചായിരിക്കും സ്ഥാനാർത്ഥി നിർണയം. സംസ്ഥാന എക്സിക്യൂട്ടീവ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പ്രാഥമിക ധാരണയിലെത്തും. പിന്നീട് ഈ പട്ടിക ജില്ലാ കമ്മിറ്റികൾക്ക് കൈമാറും. ജില്ലാ കമ്മിറ്റികൾ അംഗീകരിച്ച ശേഷം സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും ചേർന്ന ശേഷമായിരിക്കും ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം.